അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 9ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസു താസിഅ 9ാമത്തെ പാഠം ഫളൽനാ ബഅ്ളഹും അലാ ബഅ്ൾ. അപ്പോൾ നമുക്ക് പാഠം വായിച്ചു നോക്കാം. അമ്പിയാക്കളുടെ എണ്ണം എത്രയാണ്? അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു. 1,24,000. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുർസലുകൾ എത്രയാണ്? 313. ആദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാം. ഹദീസ് ഗ്രന്ഥം വായിച്ച് ഉപ്പ അർത്ഥം പറഞ്ഞു. അമ്പിയാക്കൾ ആരാണ്? റാബിയ ചോദിച്ചു. ഉപ്പ, മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. ഇനി അടുത്ത പേജ് നോക്കൂ. റാബിയ, അമ്പിയാക്കളുടെ പ്രത്യേകത എന്താണ്? അമ്പിയാക്കൾക്ക് 9 വിശേഷണങ്ങളുണ്ട്. വാജിബായ 4 സിഫത്ത്, മുസ്തഹിലായ 4 സിഫത്ത്, ജായിസായ 1 സിഫത്ത്. ഏതൊക്കെയാണ് ആ സിഫത്തുകൾ? സത്യസന്ധത, കൂർമ്മബുദ്ധി, വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം എന്നിവ വാജിബായ സിഫത്തുകളാണ്. കളവു പറയൽ, ബുദ്ധിമാന്ദ്യം, വിശ്വാസവഞ്ചന, ദൗത്യം മറച്ചുവെക്കൽ എന്നിവ മുസ്തഹിലായ സിഫത്തുകളാണ്. അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ ജായിസായ സിഫത്താണ്. ഉദാഹരണം, ഭക്ഷണം കഴിക്കൽ. അമ്പിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുർസലുകൾ. റാബിയ ചോദിക്കുന്നു, മുർസലുകൾ ആരാണ്? മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണവർ. മുർസലുകൾ ആരൊക്കെയാണ്? എല്ലാവരുടെയും പേരുകൾ നമുക്കറിയില്ല. അവരിൽ ശ്രേഷ്ഠരായവർ ഖുർആനിൽ പേരു പറഞ്ഞ 25 പേരാണ്. റാബിയ, ഖുർആനിൽ പേര് പറഞ്ഞവരെല്ലാം മുർസലുകളല്ലേ? ഉപ്പ, അതെ. റാബിയ, അവർ ആരൊക്കെയാണ്? റാബിയ, ഖുർആനിൽ പേര് പറഞ്ഞ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ 25 നബിമാരുടെ പേര് ചോദിച്ചു. അതിന് ഉപ്പ ഈ ബൈത്ത് ചൊല്ലി. കൂട്ടുകാർ ഈ ബൈത്ത് പഠിച്ചിരിക്കണം. 25 മുർസലുകളുടെ പേരും ഈ ബൈത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നോക്കൂ കൂട്ടുകാർ, ഈ ബൈത്ത് ഈണത്തിൽ പാടി പഠിക്കുക. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദ് മഅ സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ ഖദാ യഅഖൂബു യൂസുഫു വ അയ്യൂബു ഖദാ ശുഐബു ഹാറൂൻ വ മൂസ വൽ യസഅ ദുൽകിഫ്ലി ദാവൂദ് സുലൈമാനു തബഅ ഇല്യാസു യൂനുസു സക്കരിയ യഹ്യ ഈസാ വ ത്വാഹ ഖാതിമുൻ ദഅയ്യ. റാബിയ, മുർസലുകളിൽ ശ്രേഷ്ഠർ ആരാണ്? ഉപ്പ, ഊലുൽ അസ്മ് എന്ന് അറിയപ്പെടുന്നവർ. റാബിയ, അവർ ആരൊക്കെയാണ്? ഉപ്പ, മണക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഊലുൽ അസ്ം. അവർ 5 പേരാണ്. മുഹമ്മദുൻ ഇബ്രാഹീമു മൂസ കലീമുഹു ഫഈസ ഫനൂഹുൻ ഹും ഊലുൽ അസ്മി ഫഅലം. ഊലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. തിൽക്കർ റുസുലു ഫളൽനാ ബഅ്ളഹും അലാ ബഅ്ൾ. ആ മുർസലുകളിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു.
തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നക്തുബ്. ഖുർആനിൽ പറഞ്ഞ 25 നബിമാരുടെ പേരെഴുതുക. അപ്പൊ നമുക്ക് ഓരോ നബിമാരുടെയും പേരുകൾ എഴുതാം. 1. ആദം നബി അലൈഹിസ്സലാം. 2. ഇദ്രീസ് നബി അലൈഹിസ്സലാം. 3. നൂഹ് നബി അലൈഹിസ്സലാം. 4. ഹൂദ് നബി അലൈഹിസ്സലാം. 5. സ്വാലിഹ് നബി അലൈഹിസ്സലാം. 6. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 7. ലൂത്ത് നബി അലൈഹിസ്സലാം. 8. ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 9. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. 10. യഅഖൂബ് നബി അലൈഹിസ്സലാം. 11. യൂസുഫ് നബി അലൈഹിസ്സലാം. 12. അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇപ്പുറത്ത് നോക്കൂ. 13. ഷുഐബ് നബി അലൈഹിസ്സലാം. 14. ഹാറൂൻ നബി അലൈഹിസ്സലാം. 15. മൂസ നബി അലൈഹിസ്സലാം. 16. അൽ യസാ നബി അലൈഹിസ്സലാം. 17. ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം. 18. ദാവൂദ് നബി അലൈഹിസ്സലാം. 19. സുലൈമാൻ നബി അലൈഹിസ്സലാം. 20. ഇല്യാസ് നബി അലൈഹിസ്സലാം. 21. യൂനുസ് നബി അലൈഹിസ്സലാം. 22. സക്കരിയ നബി അലൈഹിസ്സലാം. 23. യഹ്യ നബി അലൈഹിസ്സലാം. 24. ഈസാ നബി അലൈഹിസ്സലാം. അവസാനം 25. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് അമ്പിയാക്കൾ? ഉത്തരം, മതനിയമങ്ങൾ വഹ്യായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. രണ്ടാമത്തെ ചോദ്യം, മുർസലുകൾ ആരാണ്? ഉത്തരം, മതനിയമങ്ങൾ വഹ്യായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണ് മുർസലുകൾ. മൂന്നാമത്തെ ചോദ്യം, ഊലുൽ അസ്ം എന്ന് പറയുന്നത് ആർക്ക്? ഉത്തരം, മുർസലുകളിൽ ശ്രേഷ്ഠരായവർക്കാണ് ഊലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. അവർ മണക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരുമാണ്. നാലാമത്തെ ചോദ്യം, അംബിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉത്തരം, ഊലുൽ അസ്മുകൾ. അഞ്ചാമത്തെ ചോദ്യം, ഊലുൽ അസ്മിന്റെ പേരെഴുതുക. ഉത്തരം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ആറാമത്തെ ചോദ്യം, അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏത്? ഉത്തരം, അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ അവർക്ക് ജായിസായ സിഫത്താണ്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. അസ്സിദ്ഖ്, അൽ ഫത്താനത്ത്, അൽ അമാനത്ത്, തബ്ലീഗ്. ഇപ്പുറത്ത് നോക്കൂ. വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം, സത്യസന്ധത, കൂർമ്മബുദ്ധി. ഇവിടെ നമുക്ക് അമ്പിയാക്കളുടെ വാജിബായ സിഫത്തുകൾ കൊടുത്തിരിക്കുന്നു. അറബിയിൽ വലതുഭാഗത്തും അതിൻ്റെ അർത്ഥം ഇടതുഭാഗത്തും കൊടുത്തിരിക്കുന്നു. ഓരോ സിഫത്തിനു നേരെയും അതിൻ്റെ യോജിച്ച അർത്ഥം നമ്മൾ എഴുതണം. അപ്പം നോക്കൂ. 1. അസ്സിദ്ഖ്, അതിൻ്റെ അർത്ഥം എന്താണ്? സത്യസന്ധത, അതെടുത്ത് എഴുതുക. അടുത്തത് അൽ ഫത്താനത്ത്, അതിൻ്റെ അർത്ഥം കൂർമ്മബുദ്ധി. അടുത്തത് അൽ അമാനത്ത്, അതിൻ്റെ അർത്ഥം വിശ്വസ്തത. അടുത്തത് അൽ തബ്ലീഗ്, അതിൻ്റെ അർത്ഥം പ്രബോധന പ്രവർത്തനം. നസിൽ എന്നതിൽ ബി നോക്കൂ. മുമ്പ് നമ്മൾ കണ്ടല്ലോ വാജിബായ സിഫത്തുകൾ, അതുപോലെ തന്നെ ഇവിടെ മുസ്തഹിലായ സിഫത്തുകളും കൊടുത്തിരിക്കുന്നു. അൽ കസിബ്, അൽ ഖിയാന, അൽ കിത്മാൻ, അൽ ബലാദ. ഇപ്പുറത്ത് നോക്കൂ. ബുദ്ധിമാന്ദ്യം, ദൗത്യം മറച്ചുവെക്കൽ, കളവ് പറയൽ, വിശ്വാസവഞ്ചന. നമുക്കിപ്പോൾ ഓരോ സിഫത്തിൻ്റെയും യോജിച്ചാർത്ഥം അതിന് നേരെ എഴുതാം. 1. അൽ കസിബ്, അതിൻ്റെ അർത്ഥം കളവ് പറയൽ. അടുത്തത് അൽ ഖിയാന, അതിൻ്റെ അർത്ഥം വിശ്വാസവഞ്ചന. അടുത്തത് അൽ കിത്മാൻ, ദൗത്യം മറച്ചുവെക്കൽ. അവസാനം അൽ ബലാദ, ബുദ്ധിമാന്ദ്യം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽ ഫറാഗ്, വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അള്ളാഹു 1,00,000 നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 24,000. അള്ളാഹു 1,24,000 നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്.
2. മുർസലുകളുടെ എണ്ണം ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 313. മുർസലുകളുടെ എണ്ണം 313 ആണ്. 3. ഉലുൽ അസം ഡാഷ് പേരാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 5. ഉലുൽ അസം 5 പേരാണ്. 4. അമ്പിയാക്കൾക്ക് ഡാഷ് സിഫത്തുകളുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 9. അമ്പിയാക്കൾക്ക് 9 സിഫത്തുകളുണ്ട്. 5. അമ്പിയാക്കളുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാവൽ ഡാഷ് സിഫത്താണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജായിസായ. അമ്പിയാക്കളുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാവൽ ജായിസായ സിഫത്താണ്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ഓരോ ബോക്സിൽ എഴുതണം. ഉലുൽ അസം, അൽ മുർസലൂൻ, അൽ ഹദീസ്, ഫല്ലൽനാ ബഅദഹും. ഇപ്പുറത്ത് അൽ അംബിയാ, അസ്സിഫാത്ത്, അബൂ ദർരി റളിയല്ലാഹു അൻഹു, ദുൽകിഫ്ലി അലൈഹിസ്സലാം. തദ്രീബാത്തിൽ 6ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. മഅ കൂടെ, ഹും അവർ, ഖദാ അപ്രകാരം, കുല്ലുൻ എല്ലാവരും, ദഅ ഉപേക്ഷിക്കുക, മുത്തബഅ പിന്തുടരാൻ അർഹർ, ഗയ്യാ വഴിക്കേട്, ഇഹ്തദാ പിന്തുടർന്നു. തദ്രീബാത്തിൽ 7ാമത്തെ പ്രവർത്തനം തഖ്സീസ്. പദ്യം കാണാതെ പഠിച്ച് ഈണത്തിൽ ചൊല്ലുക. ഈ പാഠത്തിൽ നമ്മൾ ഒരു ബൈത്ത് പഠിച്ചോ. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ് 25 നബിമാരുടെ പേരുകൾ ഉൾക്കൊണ്ട് ആ പദ്യം കൂട്ടുകാർ കാണാതെ പഠിക്കണം. അത് ഈണത്തിൽ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.